പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളും നിരീക്ഷണങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കഥകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ്. ഇന്നിപ്പോൾ ജൂൺ 1 തീയതി ഞായറാഴ്ചയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു അവധി ദിവസം ആഘോഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ജൂൺ 1 ഉറപ്പായിട്ടും ജൂൺ 1 തീയതി മഴ വന്നിരിക്കും. ആ മഴയിൽ നനഞ്ഞു കുളിച്ചാണ് ഞങ്ങളെല്ലാവരും സ്കൂളിലെ അവധി കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസത്തിലേക്ക് കടക്കുന്നത്. ആകെ നനഞ്ഞ് സ്കൂളിലേക്ക് പോകും, തിരിച്ചും വരും. അങ്ങനെ ഉറപ്പായിട്ട് വരുന്ന ജൂൺ 1 തീയതിത്തെ മഴക്കാലം ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിലെ വീട്ടിൽ നിന്ന് അകലെയുള്ള എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഗ്രാമത്തിലാകുമ്പോൾ എത്ര ഹൃദ്യമായിരുന്നോ. ആ വീടിൻ്റെ ഓടിലേക്ക് മഴ വീഴുമ്പോൾ ഒരു രസകരമായ ശബ്ദമുണ്ട്. ആ ശബ്ദം ഉച്ചത്തിൽ ആകും, വലിയ മഴയാകുമ്പോൾ. അത് കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നോ. അതുപോലെ ആ ഓടിൽ വീഴുന്ന വെള്ളം തൂവാനത്തിലൂടെ നൂലായിട്ട് താഴേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയും ശബ്ദവും എനിക്ക് എത്ര പ്രിയമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഞങ്ങളിങ്ങനെ തണുത്ത് മഴ ആസ്വദിച്ചിരിക്കുമ്പോൾ അമ്മൂമ്മ അടുപ്പിൽ കൊണ്ടുപോയി വാഴയ്ക്കയും കപ്പയും ഒക്കെ ചുട്ടു തരും. അത് പൊള്ളുന്ന ചൂടോടെ പൊളിച്ച് കഴിക്കുമ്പോഴുള്ള ആ സുഖം, രസം ഇന്നും അത് ഓർമ്മയിലങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. അതുപോലെ വീട്ടിൽ ഉണ്ടാക്കി വറുത്ത് പൊടിക്കുന്ന പൊടി കൊണ്ട് എൻ്റെ അപ്പൂപ്പൻ കാപ്പി ഉണ്ടാക്കി ഊതി ഊതി കുടിക്കും. അതിൻ്റെ രസം, കയ്പ്പ് കാരണം ആദ്യമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആട്ടിൻ പാലൊഴിച്ച ചായ കുടിക്കുന്നതിലും രസമാണ് കട്ടൻ കാപ്പി എന്ന് തിരിച്ചറിയുകയും അത് ആസ്വദിക്കുകയും ചെയ്തൊരു കാലം. അതുപോലെ അപ്പൂപ്പൻ്റെ വീടിൻ്റെ വടക്കുവശത്തൊരു ചെറിയ തോടുണ്ട്. മഴ പെയ്യുമ്പോഴേക്കും ആ തോട്ടിൽ നിറച്ചും വെള്ളമാകും. അപ്പം എന്തൊരു ശബ്ദത്തോടു കൂടിയാണത് കുത്തിപ്പാഞ്ഞൊഴുകുന്നതെന്നുണ്ടോ. നിറച്ച് പാറക്കെട്ടുകളാണ്, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ തറവാട് വീട്ടിലേക്ക് ഇപ്പോൾ പോയാൽ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ആകെപ്പാടെ നമുക്ക് പാറ പൊട്ടിക്കുന്നതിൻ്റെ ഒച്ചയിൽ കിടുങ്ങി നിൽക്കുകയാണ് ഗ്രാമം. അപ്പുറത്തുള്ള ക്ഷേത്രം തന്നെ എത്ര നാൾ കാണുമെന്നറിയില്ല. കാരണം പാറ ഏതാണ്ട് അപ്പുറം വരെ തുരന്നു തീരാറായി എന്നാണ് കേൾക്കുന്നത്. മീനച്ചിലാറ്റിലാവട്ടെ നിറയെ പ്ലാസ്റ്റിക് വന്ന് നിറഞ്ഞ് ആ കോൺക്രീറ്റ് പാലത്തിൻ്റെ തൂണിലൊക്കെ പ്ലാസ്റ്റിക്കും ചപ്പും ചവറും വന്ന് അടിഞ്ഞ് അത് വെള്ളക്കെട്ടിനിടയാക്കി 2 മഴ പെയ്യുമ്പോഴേക്കും വെള്ളപ്പൊക്കം. എന്തൊരു കഷ്ടമാണ്. പഴയ കാലത്ത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ. വെള്ളപ്പൊക്കം വരുന്നത് ഞങ്ങൾ കുട്ടികളൊക്കെ കാത്തിരിക്കും. അപ്പോഴാണ് നമുക്ക് വീട്ടിൽ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന വള്ളം എടുത്ത് പറമ്പിലേക്ക് ഇറക്കി വെള്ളം തുഴയാൻ പോകാം. ആറ്റിൽ പോകുന്നതിനെ വിലക്കുള്ളൂ. ആറ്റിൽ ഒഴുക്കായതുകൊണ്ട് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ബാക്കി റബ്ബർ തോട്ടത്തിലും പറമ്പിലും
കണ്ടത്തിലും ഒക്കെ ഞങ്ങൾ കുട്ടികൾ വള്ളം തുഴഞ്ഞ് നടക്കും. ഒരു 7 ദിവസമൊക്കെ മഴ തുടർച്ചയായിട്ട് പെയ്ത് കഴിയുമ്പോഴാണ് ഈ വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഏകദേശം അറിയാം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വെള്ളം പൊങ്ങിയേക്കും. അപ്പോൾ അത് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന വീടുകളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിലും അച്ഛൻ്റെ ക്ലിനിക്കൽ ലാബിൽ വെള്ളം കയറും. അപ്പം തട്ടുംപുറത്തേക്ക് എടുത്ത് സാധനങ്ങളെല്ലാം അതിനു മുമ്പ് കയറ്റി വയ്ക്കാൻ വേണ്ടി പല രാത്രിയിലും ഞങ്ങൾ ഉറക്കഴിച്ച് ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എന്തൊരു ഉത്സവമാണ് ഈ വെള്ളപ്പൊക്കം വരുന്നതെന്നറിയാമോ? എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ മുതിർന്ന ആളുകൾ കരിമ്പത്തിൽ കണ്ടത്തിൽ എന്ന് പറയുന്ന ഒരു കണ്ടമൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീടിൽ നിന്ന് കുറേ അങ്ങ് മാറി. അപ്പോൾ അവിടെ പോയിരുന്ന് വള്ളം കളിക്കും. അതുപോലെ അവർ മീൻ പിടിക്കും. അവിടെ ഞങ്ങൾ വള്ളം കളിച്ച് പോകുമ്പോൾ അവിടെ കാണാം, മീൻ പിടിക്കുന്നത് കാണാം. അപ്പോൾ ഒരുപാട് ഈ പൊങ്ങച്ചം പറയുന്ന ആളുകളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. പണ്ടൊരാൾ ഈ വെള്ളപ്പൊക്കത്തിന് അവിടെ പോയി ഒറ്റാലുമായിട്ട് പോയി മീനെ പിടിക്കാനായിട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞൊരു കഥയാണ്, നാട്ടുകാരോട് പറഞ്ഞ കഥ. ആ കഥ എങ്ങനെയാണെന്നറിയോ? ഞാൻ ആ കരിമ്പത്തിക്കണ്ടത്തിലേക്ക് പോയി ഒരു വല വീശിയപ്പം എനിക്കൊരു 5-6 പുല്ലിനെ കിട്ടി. ഇയാൾ പറയുന്ന കഥയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് പോയി ഒന്നുകൂടെ വല വീശിയപ്പോൾ എനിക്ക് പിന്നെയും കിട്ടിയ ഒരു 7-8 പുല്ല്. അത് കഴിഞ്ഞ് ഞാൻ ആറ്റിൻ്റെ ഈണ്ടിയിലേക്ക് പോയിരുന്നു ഒന്നുകൂടെ വല വീശിയപ്പോൾ അവിടെയും കിട്ടിയൊരു 5-6 പുല്ലൻ. ഇങ്ങനെ ഒരു 5-6 തവണ വല വീശിയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കഥയുടെ അവസാനം ഇദ്ദേഹം എന്തു പറയുന്നറിയോ? ഇതെല്ലാം കൂടെ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മുറ്റത്തേക്ക് കൊട്ട കമത്തിയപ്പോൾ ഉണ്ടടാ ഒരു 5-6 പുല്ലൻ. അപ്പം ഇത് കേട്ട് കൂട്ടുകാരെല്ലാവരും ഭയങ്കര ചിരിയാണ്. ഇന്നും ഞങ്ങളുടെ കുടുംബ സദസ്സിൽ ചിരി ഉണർത്തുന്നൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ രസകരമായ വെള്ളപ്പൊക്കം പോയി. ഇന്ന് ഒരു 3-4 ദിവസം മഴ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആകെ ട്രാഫിക് ജാമിൽ പെടണം, സിറ്റിയിലൊന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. വളരെ മോശമായ വെള്ളമാണ്. ആ വെള്ളപ്പൊക്കത്തിലെ വെള്ളത്തിലേക്കൊന്നും കാല് കുത്താൻ പോലും പറ്റില്ല. കുത്തിയിട്ടുണ്ടെങ്കിൽ രോഗം വരും. അപ്പം ഈ വെള്ളപ്പൊക്കം 2018 പ്രളയമായി മാറിയപ്പോഴും അതിനുശേഷം ഫയർഫോഴ്സിൽ DG ആയിട്ടിരുന്നപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അധികാരി എന്നുള്ള നിലയിലുമൊക്കെ ഈ മഹാപ്രളയത്തിലും അപകടങ്ങളിലുമൊക്കെ ഒരുപാട് ഡ്യൂട്ടി ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഞങ്ങളുടെ കൂടെയുള്ള ഫയർമെൻ അല്ലെങ്കിൽ പോലീസുകാരോട് ഞാൻ പറയും, ഈ പ്രോഫൈലാക്റ്റിക് ഡോസായിട്ട് നിങ്ങൾ ഈ ലെപ്റ്റോസ്പൈറോസിസിനുള്ള മരുന്ന് കഴിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം അല്ലെങ്കിൽ എലിപ്പനി വരും ആ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ. അതുപോലെ ഒരുപാട് ഭയത്തോടു കൂടിയാണ് നമ്മൾ പല സ്ഥലത്തും പോയിട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കാരണം അപ്പോൾ തന്നെ അവിടെ ഉയരത്തിലിരിക്കുന്ന പാറയൊക്കെ താഴേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. കാരണം അത്രയധികം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ക്വാറിയും ഒക്കെ വഴി വളരെ മോശമായ സ്ഥിതിയാണ് പശ്ചിമഘട്ടത്തിൻ്റേത്. അങ്ങനെ എല്ലാ വിധത്തിലും നാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ്റെ മറ്റ് പ്രവൃത്തികളുമൊക്കെ മൂലമുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ആസ്വദിച്ചിരുന്ന ആ നല്ല കാലത്തെക്കുറിച്ച് ഓർമ്മകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെയും വീട് കെട്ടാനുമൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള റിസർച്ചും അതുപോലെ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യാനുള്ള റിസർച്ചും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ മഴ പെയ്ത് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ പിറ്റേ ദിവസം മുറ്റത്ത് കൂണ് മുളച്ച് വരും അല്ലേ? ആ മുളച്ച് വരുന്ന കൂണ്
നമുക്ക് കറി വെച്ച് തരും അമ്മൂമ്മ. ഇതൊരു രുചിയാണ്. ഇപ്പോഴും ആ നാവിൽ ആ രുചിയിരിക്കുകയാണ്. അതുപോലെ ഒരു കാറ്റ് വരുമ്പോഴേക്ക് എന്തുമാത്രം മാങ്ങയാണ് മുറ്റത്ത് വന്ന് വീഴുന്നത്. ഇപ്പോൾ കൊച്ചു കൊച്ചു മാങ്ങ, പലതരം മാങ്ങയാണ്. ഓരോ വീട്ടിലെയും നാട്ടുമാവ് വ്യത്യസ്തമാണ്. ആ മാവുകളൊന്നും കാണാനില്ല. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിനും പഴയത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്നതിനുമൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇതെല്ലാം ഏകോപിപ്പിച്ച് പരിസ്ഥിതിയെ, നഷ്ടപ്പെട്ട പ്രകൃതിയെ ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പുതിയൊരു മാനം കൈവരുമെന്ന് ആശിക്കാം. അടുത്ത തലമുറയ്ക്കും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നവയായി ഋതുക്കൾ മാറുന്നൊരു കാലത്തിനായി നമുക്ക് ആശിക്കാം, പ്രവർത്തിക്കാം.